അപ്പോൾ ഇന്നത്തെ കൊറിയർ നമ്മൾ മീഷോയിൽ നിന്ന് ഒരു 200 ബിലോയ്ക്കൊരു ഫോൺ സ്റ്റാൻഡ് മേടിച്ചായിരുന്നു. ഇതിൽ നമ്മൾക്ക് വീഡിയോ എടുക്കാം, അതായത് യൂട്യൂബിലെ വീഡിയോ ഒക്കെ എടുക്കാം, പിന്നെ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ കുറച്ച് അധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പ്രതീക്ഷയോടെയൊക്കെയാണ് ഇത് തുറന്ന് നോക്കിയത്. അപ്പം ഇതാണ് സംഭവം, ഇങ്ങനെയാണ് പാക്കിംഗ് ഒക്കെ വരുന്നത്. പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പാക്കിംഗ് ഒക്കെയാണ്. അങ്ങനെ സാധനം പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കാണാൻ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 200 ബിലോയ്ക്ക് ഇത് വർത്താണെന്നൊക്കെ തോന്നി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് ഫോണൊക്കെ ഇങ്ങനെ വെക്കണമെന്നൊക്കെ ആദ്യം നോക്കി. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അടിയിലുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാനാണെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിലും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ എടുത്തൊക്കെ നോക്കി. പിന്നെ ഇതിന് ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും റേറ്റ് കുറവിൻ്റെ സാധനം ആയതുകൊണ്ടായിരിക്കും ക്വാളിറ്റി തീരെ ഉണ്ടായില്ല. കാര്യം ഫോണിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, ഫോൺ വെക്കുമ്പോഴേക്കും ഇത് നൈസായിട്ട് ഇങ്ങനെ ചരിയും. ഇപ്പം നമുക്ക് പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാനാണെങ്കിലും ഒരു കാറ്റ് വരുമ്പോൾ തന്നെ ഇത് താഴ്ന്നു ഇങ്ങനെ മറിഞ്ഞ് വീഴും. അപ്പോൾ ഫോണും ഐഫോണൊന്നും ഒട്ടും വെക്കാൻ പറ്റില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഞങ്ങൾ ചിലപ്പോൾ ഇത് റിട്ടേൺ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു റിമോട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്തിൻ്റെ. അപ്പോൾ ഇതിങ്ങനെ ഫോൺ വെക്കുമ്പോൾ പോകാനാണെങ്കിൽ നമുക്കിത് കൊണ്ട് വേറെ യൂസൊന്നുമില്ല, ഫോൺ നിലത്ത് വീഴും. അപ്പോൾ അതുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്യണതാണ് ക്വാളിറ്റിയൊക്കെ ഷോകാണ്. അപ്പോൾ കുറച്ചുകൂടെ റേറ്റിൻ്റെ മേടിക്കണമായിരിക്കും നല്ലത്.